എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിപ്പോ എന്താ വെച്ചാൽ ഒന്നുമില്ല. അപ്പൊ ഞങ്ങള് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോ ഇങ്ങനെ ആലോചിച്ചതാണ്. അപ്പൊ എന്താ വെച്ചാൽ കുറെ നമ്മൾ പഴയ ആ ഒരു കുറച്ച് ഓർമ്മകൾ കാര്യങ്ങളൊക്കെ ഇന്ന് പ്രത്യേകിച്ച് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഊണ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറെ ആയി നമ്മൾ അത്തരം വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് അമ്മേന്റെ ആ ഒരു പഴയ കാലത്തെ കുറച്ച് വിശേഷങ്ങൾ അതൊക്കെ ഒന്ന് അറിയാം. അപ്പൊ ഏതായാലും നമുക്ക് തുടങ്ങാം. ഞാൻ ജനിച്ചത് നെടിയിരുപ്പിലാണ്. എൻ്റെ അച്ഛൻ്റെ നാടാണ് ചെമ്മാട്. നെടിയിരുപ്പ് പറയുന്നത് കൊണ്ടോട്ടിക്കടുത്ത് പൂങ്ങാട്ട് എന്നറിയും, അവിടെയാണ് സ്ഥലം. പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ ടയിക്കുന്നത് പിന്നെ ചെമ്മാടിലാണ്. പരപ്പനങ്ങാടിക്കടുത്ത് ചെമ്മാട്, അവിടെ എൻ്റെ അച്ഛൻ്റെ രാജ്യമാണ്. അവിടെയാണ് ഞാൻ വളർന്നിരിക്കുന്നത്. സ്കൂളിലൊക്കെ പോയത് ഞാൻ അവിടെയാണ്, ചെമ്മാടാണ്. തൃക്കുള സ്കൂളിലാണ് എൻ്റെ പഠിത്തം ടയിക്കുന്നത്. അന്നത്തെ കാലത്തൊക്കെ ഇപ്പോഴത്തെ മാതിരിയല്ല. ഇപ്പൊക്കെ ഒരു പുതിയ മാതിരിയുള്ള ജീവിതമാണ്. അന്നൊക്കെ ഇപ്പം സ്കൂളിലേക്ക് ഓരോ ഉടുപ്പിട്ടിട്ടും ചെറിയ കുട്ടികളൊക്കെ ഉടുപ്പിട്ടിട്ട് ഞാനൊക്കെ ഇപ്പം പാവാടിയും ജാക്കറ്റൊക്കെ ആയിരുന്നു ഇട്ടുപോയിരുന്നത്. അന്ന് ടെക്സ്റ്റൈൽസ് ഒന്നും അന്ന് ആ കാലത്തില്ല. സാധാരണ ഈ തുണിക്കടയിൽ നിന്ന് വാങ്ങണ ഡ്രസ്സുകളൊക്കെ ഇട്ടിരുന്നത്. ഇപ്പൊക്കെ പിന്നെ പുതിയ പുതിയ ഡ്രസ്സുകളല്ലേ. അതാണ് അന്നത്തെ കാലം നന്നായത്. മഴക്കാലമൊക്കെ ആയാൽ പിന്നെ ചീലക്കൊട ചൂടുന്നവർ ചൂടും, ഞാനൊക്കെ കാക്കോട പിടിച്ചിട്ടാണ് പോവുക. ഓലക്കൊട ആ കാലത്ത്. അന്ന് ചീലക്കൊടയൊന്നും മേടിച്ചു തരൂല. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 4 മക്കളാണ്. അതിൽ 3 ആണും 1 പെണ്ണും, ഞാൻ മാത്രമേ പെണ്ണുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിച്ചു, ഞാൻ 5 വരെ, തൃക്കുളം സ്കൂളിൽ 5 വരെ ഉള്ളൂ. പിന്നെ തിരൂരങ്ങാടിക്ക് പോകണം, അതിൻ്റെ അന്നത്തെ കാലത്ത് പറഞ്ഞയക്കില്ല. എന്നെ അങ്ങനെ പറ്റിപ്പോയതാക്കി. എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞയക്കില്ല. അമ്മ പിന്നെയും പോട്ടെ, അച്ഛനൊട്ടും പറഞ്ഞയക്കില്ല. ഇത്തിരി നെടുപ്പം പെൺകുട്ടികൾ ഇത്തിരി വലുതായാൽ പിന്നെ ആട്ടൊന്നും പറഞ്ഞയക്കാനില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. 5 വരെ ഉള്ളെങ്കിലും കൂടിയിട്ടൊക്കെ അത്യാവശ്യം എഴുതാനും വായിക്കാനൊക്കെ അറിയാം. അന്നൊക്കെ ഇംഗ്ലീഷ് ഇല്ല. അക്കാലത്ത് 6ാം തരത്ത് പോകണം ഇംഗ്ലീഷിന്. ഇംഗ്ലീഷ് പിന്നെ വായിക്കാനും എഴുതാനൊക്കെ അറിയില്ല. അന്നത്തെ എന്നെ പറഞ്ഞയച്ചില്ല. അതുകൊണ്ട് സ്കൂളിൽ പിന്നെ അക്കാലത്ത് പോകാൻ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒന്നിച്ചാണ് വരും പോവുക. ഇപ്പൊ ഒക്കെ പേടിയല്ല എല്ലാവർക്കും പോകാൻ. ഞങ്ങൾക്കാർക്ക് ആ കാലത്ത് പേടിയില്ല. അന്ന് നടന്നു പോകണം, ബസ്സില്ല. ഇന്നത്തെ വല്ല ഓട്ടോറിക്ഷ ഒന്നും ആ കാലത്തില്ല. ഒക്കെ നടന്നാണ് പോവുക. ഉച്ചയ്ക്ക് വീട്ടിലേക്ക് അന്നൊക്കെ കഞ്ഞിയാണ് വീട്ടിൽ. അന്നൊക്കെ കഞ്ഞിയാണ്. അത് ഇവിടെ വീട്ടിൽ വന്നാണ്ട് കുടിക്കുക. പിന്നെ സ്കൂളിൽ വന്നാൽ പിന്നെ കളികളാണ്, ഒക്കെ കളിച്ച് നടക്കുക ചെയ്യുക. അന്ന് പ്രധാനമായിട്ട് തൊടിയിലുണ്ടാക്കണ കടികളാണ്. പിന്നെ ചക്കരക്കിഴങ്ങ്, തൊപ്പക്കിഴങ്ങ് എന്ന് പറയും, ആ സാധനങ്ങളൊക്കെയാണ്. 4 മണിക്ക് സ്കൂളിൽ വന്നാൽ അതവിടെ ശരിയാക്കി അമ്മ വെച്ചിട്ടുണ്ടാവും. അന്നൊക്കെ സ്കൂളിൽ വിട്ട് വന്നാൽ ആ കുട്ടികൾ തമ്മിലുള്ള കളികൾ തന്നെയുള്ളൂ, ഓടിക്കളിക്കലേ ഉള്ളൂ. അന്ന് പരപ്പനങ്ങാടിക്ക് വേണം ജന്മാണെങ്കിൽ. ജന്മാട് അവിടെയാണ്. ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് പോവുക, നടന്നു പോകും. നേരത്തെ ടി വി ഒന്നും ഇല്ല ആ കാലത്ത്. അപ്പോൾ സിനിമ കാണാൻ നടന്നാൽ പോവുക. റേഡിയോ ഉണ്ട്, ടി വി ഒന്നുമില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് 27 വയസ്സിലാണ്. മഞ്ചേരിക്ക് അടുത്തുള്ള പന്തലൂർക്കാണ് എൻ്റെ കല്യാണം കഴിച്ചിരിക്കുന്നത്. പന്തലൂർ അമ്പലത്തിൻ്റെ ബേക്കിലാണ്, പഴയ ഓടിട്ട വീടാണ്. അത് വലിയ വീടാണ്, നല്ല മാളികപ്പേരയാണ്. അവിടെ പിന്നെ അന്ന് പഴയ കാലത്ത് 5-ആം പേരൊക്കെയാണ് വെക്കാൻ. ഒക്കെ മൂടികളൊക്കെ മൂടികളൊക്കെ തട്ടിട്ട റൂമാണ്. കോണിയൊക്കെ മരത്തിൻ്റെ കോണിയാണ്. അവിടെ പിന്നെ 5 മണിയാകുമ്പോഴേക്ക് അമ്പലത്തിൽ നിന്ന് പാട്ട് വയ്ക്കും. അമ്പലം തൊട്ടരുത്താണ്. അവിടെ പിന്നെ ഞങ്ങൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴാനൊക്കെ നല്ല സുഖമാണ്. അത് തൊഴുത് പോരും. പിന്നെ ഇപ്പം ഇവിടെയൊക്കെ വന്നിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒക്കെ പുതിയതായിരിക്കുന്നു. ഇപ്പോൾ പണ്ടത്തെ കാലമല്ല, ഇപ്പോൾ ഒക്കെ പുതിയ കാലമല്ലേ. ഇന്നത്തെ പോലെ അന്ന് വീടുകളിൽ തന്നെ പച്ചക്കറി എല്ലാ സാധനങ്ങളും വീടുകളിൽ തന്നെ ഉണ്ടാക്കും. തൊടിയിലൊക്കെ എല്ലാ മുതലും ഉണ്ടാക്കും. പുറത്തുനിന്നൊന്നും വാങ്ങണ്ട. മീനൊക്കെ അന്നത്തെ മാതിരി അല്ല. അന്നൊക്കെ തേക്കിൻ്റെ ഇലയിലും പൊടിയണീൻ്റെ ഇലയിലൊക്കെ പൊതിഞ്ഞ് കൊണ്ടുവരിക. കാര്യമായിട്ട് അരിയും മത്തിയും തന്നെയാണ്. ഈ ചെറിയ പൊടി മീനൊക്കെ ഉണ്ടാവും ആ കാലത്ത്. അതൊക്കെ വീട്ടിൻ്റെ അമ്മർത്ത് കൊണ്ടുണ്ട്. അക്കാലത്ത് അതില്ല. അതൊക്കെ മീൻ വാങ്ങണ സ്ഥലത്ത് പോയിട്ട് വാങ്ങണം. ഓരോരോ കാലത്തിനനുസരിച്ച് ഇറങ്ങി പോകുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അടുക്കളയിലും തന്നെ എല്ലാ സൗകര്യങ്ങളുമായി. അന്നതില്ല. അന്നൊക്കെ അമ്മി ആട്ടല് വരല് ഇങ്ങനെ കണ്ട സാധനങ്ങൾ. ഇന്നിപ്പോൾ അതല്ലല്ലോ. ഇന്നൊക്കെ ഇപ്പോൾ പുതിയ പുതിയ സാധനങ്ങളല്ലേ. വെള്ളം കോരണ്ട. ഞാനൊക്കെ ആ കാലത്തൊരു പടി വെള്ളം കോരിയ ആളാണ്. ഒക്കെ അങ്ങനത്തെ ആണ് ആ കാലത്തൊക്കെ. അങ്ങനത്തെ ഒരു കാലമാണ് ആ കാലം. അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ അമ്മേന്റെ ആ ഒരു പഴയ ആ ഒരു
കാലം. അതായത് അന്നത്തെ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെ പങ്ക് വെച്ചു. അതായത് കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ചിലപ്പോ ഞങ്ങളൊക്കെ ആയപ്പോഴേക്ക് പിന്നീട് ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഞങ്ങൾ വെച്ചാൽ 4 മക്കളാണ്. അമ്മയ്ക്ക് ഇപ്പൊ ഞങ്ങൾ 4 മക്കള്. അപ്പൊ ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പൊ വെച്ചാൽ ഞാനൊക്കെ ആയപ്പോഴേക്ക് കുറച്ചുകൂടി നമുക്ക് കാലഘട്ടത്തിന്റെ ആ ഒരു മാറ്റം 90കൾക്ക് ശേഷമുള്ള ആ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഇത് കൂടി വന്നിട്ടുണ്ട്. എന്നാലും ആ പഴയതും അത് ശരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുക നമ്മൾ ആ പഴയ ജനറേഷന്റെയും പുതിയ ജനറേഷന്റെയും കൂടി ഇടയിലുള്ളൊരു നമ്മൾ പറയില്ല ആ ഇടയിൽ അപ്പൊ 2 രീതിയിലുള്ള കാര്യങ്ങളും അത്യാവശ്യം ഒരു അനുഭവം ഉണ്ട്. അതായത് കുറച്ച് പഴയ കാലത്തെ ആ ഒരു നമ്മൾ പറയില്ലേ പണ്ട് പഴയ ഇപ്പൊ അമ്മയൊക്കെ പറയുകയാണെങ്കിൽ പറയും എപ്പോഴും നമ്മൾ പണ്ടത്തെ കുറെ ചക്കയും മാങ്ങി കഴിച്ചു എന്നൊക്കെ പറയുമല്ലോ നമ്മൾ എന്ന് പറഞ്ഞ പോലെ ആ കാലത്തെ ഓർമ്മകൾ ഉണ്ട് ഒരു കുറച്ച് പ്രായം വരെ. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് കാലഘട്ടമൊക്കെ മാറി പുതിയ ഒരു ആധുനികവൽക്കരണം എന്നൊക്കെ പറയില്ലേ നമ്മൾ അതിനനുസരിച്ച് പുതിയ കാലഘട്ടവും കാര്യങ്ങളൊക്കെ വന്നു. അതും ആ ഒരു കാര്യം കൂടി ഉണ്ട്. രണ്ടും കൂടി ചേർന്നിട്ട് ഉള്ള ആ ഒരു അനുഭവം ഉണ്ട്. മുഴുവനായിട്ട് പുതിയതല്ല എന്ന പറ്റ പഴയതുമല്ല, രണ്ട് ചേർന്നിട്ടില്ല. അപ്പൊ അപ്പോൾ ഞങ്ങളൊക്കെ ആയപ്പോഴേക്ക് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ മാറി. അപ്പോഴേക്ക് പിന്നെ നമ്മളെ ഭക്ഷണ രീതികൾ മാറി. പിന്നെ ഒരു പരിധി വരെ നമ്മളെ ജോലി കാര്യങ്ങൾ, അതായത് ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് മാറി. ജോലിന്റെ രീതികളും സ്വഭാവങ്ങളൊക്കെ മാറി. ഇപ്പൊ പിന്നെ പുതിയ കാലഘട്ടം, അതിനനുസരിച്ചുള്ള ടെക്നോളജി മാറ്റങ്ങൾ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മാറ്റങ്ങളും നമുക്ക് ഓരോ കാലത്തിനനുസരിച്ച് അത് തീർച്ചയായിട്ടും വരും. അപ്പൊ ഒരു പഴയ ഒരു അമ്മേന്റെ ഒരു ഓർമ്മകളൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഞാൻ അങ്ങനെ അത് കേൾക്കുമ്പോഴാണ് അത് ആലോചിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ പുതിയ കാലഘട്ടവും കാര്യങ്ങളും വന്നു, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളാണെങ്കിലും പണ്ടത്തെ ആ ഒരു ഓർമ്മകൾ അതൊരു നല്ലൊരു ഓർമ്മകൾ തന്നെയാണ്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.